നമസ്കാരം. ഇന്നത്തെ വാർത്താ ദിനത്തിന്റെ സമഗ്ര ചിത്രവുമായി 9 PM ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. VKC പ്രൈഡ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് VKC പ്രൈഡ്. VKC പാദരക്ഷകൾ വാങ്ങും, സമ്മാനങ്ങൾ നേടും. VKC പ്രൈഡ് 2022 സെലിബ്രേഷൻ. സ്വർണ്ണക്കടത്ത് വെളിപ്പെടുത്തൽ ഗൂഢാലോചന കേസിൽ സ്വപ്നയുടെയും സരിത്തിന്റെയും മുൻകൂർ ജാമ്യാപേക്ഷകൾ ഹൈക്കോടതി തള്ളി. അറസ്റ്റിന് സാധ്യത ഇല്ലാത്തതിനാൽ ഹർജി നിലനിൽക്കില്ലെന്ന് ഹൈക്കോടതി. സംസ്ഥാന വ്യാപകമായി പ്രതിപക്ഷത്തിന്റെ അക്രമസമരം. മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇടപെട്ടുവെന്ന സ്വപ്നയുടെ ആരോപണം നിഷേധിച്ച് ഷാജ് കിരൺ. സ്വപ്നയെ വലിയ പരിചയമില്ലെന്ന് PC ജോർജിന്റെ മലക്കം മറിച്ചിൽ. സ്വർണ്ണക്കടത്ത് കേസിൽ കേന്ദ്ര ഏജൻസികൾ ഒളിച്ചു കളിക്കുന്നുവെന്ന് KT ജലീൽ. സ്വപ്നയ്ക്കെതിരെ കേസെടുത്തത് കേട്ടുകേൾവിയില്ലാത്ത നടപടിയെന്ന VD സതീശൻ. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് അടുത്ത മാസം 18-ന്, വിജ്ഞാപനം ജൂൺ 15-ന്, പത്രികാ സമർപ്പണം 29 വരെ. വോട്ടെണ്ണൽ ജൂലൈ 21-ന്, 24-ന് പുതിയ രാഷ്ട്രപതി അധികാരമേൽക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സുപ്രീം കോടതിയുടെ ബഫർ സോൺ ഉത്തരവിനെതിരെ മലയോര മേഖലകളിൽ പ്രതിഷേധം ശക്തം. ഇടുക്കിയിൽ നാളെയും വയനാട്ടിൽ ഞായറാഴ്ചയും ഹർത്താൽ. സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രത വേണമെന്ന് മുഖ്യമന്ത്രി. ആൾക്കൂട്ടങ്ങളിലും സ്കൂളുകളിലും മാസ്ക് കർശനമാക്കണമെന്നും മുഖ്യമന്ത്രി. ഇന്ത്യക്കെതിരായ ആദ്യ T20-യിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് 212 റൺസിന്റെ വിജയലക്ഷ്യം. ഇഷാൻ കിഷന് അർദ്ധ സെഞ്ചുറി. ഇന്ന് ജയിച്ചാൽ തുടർ വിജയക്കണക്കിൽ ഇന്ത്യക്ക് റെക്കോർഡ്. വിശദമായി നോക്കാം. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട ആ വെളിപ്പെടുത്തലിലെ ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ട നിർണായക ദിവസമാണ് ഇന്ന് കടന്നുപോകുന്നത്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുൻപിലേക്ക് വരികയുണ്ടായി. ഇന്ന് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന്, സ്വർണ്ണക്കടത്ത് വെളിപ്പെടുത്തൽ ഗൂഢാലോചന കേസിൽ സ്വപ്ന സുരേഷിന്റെയും സരിത്തിന്റെയും മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി തള്ളിയ വാർത്തയായിരുന്നു. അറസ്റ്റിന് സാധ്യതയില്ലാത്തതിനാൽ ഹർജി നിലനിൽക്കില്ല എന്ന് ഹൈക്കോടതി ഈ കേസിൽ നിലപാടെടുത്തു. നമുക്ക് നോക്കാം ഇന്ന് ഹൈക്കോടതിയിൽ സംഭവിച്ചത് എന്താണ്, എന്ത് കാരണത്താലാണ് സ്വപ്നയുടെയും ഒപ്പം തന്നെ സരിത്തിന്റെയും മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി തള്ളിയതെന്ന്. ഗൂഢാലോചനാ കേസിൽ സ്വപ്നയെ പ്രതിയാക്കിയതോടെയാണ് സ്വപ്നയും സരിത്തും മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. പോലീസ് ഭീഷണിപ്പെടുത്തുന്നുവെന്നും അറസ്റ്റിന് സാധ്യതയുണ്ടെന്നും മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നുമായിരുന്നു ആവശ്യം. ഹർജിയെ സർക്കാർ എതിർത്തു. സർക്കാരിനെതിരായ ആരോപണങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുള്ളതായി സർക്കാർ വ്യക്തമാക്കി. സർക്കാരിനെതിരെ സ്വപ്ന ഉയർത്തിയ ആരോപണങ്ങൾ ചർച്ചയാക്കുക എന്ന ലക്ഷ്യമാണ് ഈ ഹർജിക്ക് പിന്നിൽ. അനാവശ്യ ഹർജിയാണെന്നും തള്ളണമെന്നും സർക്കാർ വാദിച്ചു. ഇതിനിടെ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നതെന്ന് സർക്കാരും കോടതിയും ചൂണ്ടിക്കാട്ടി. ജാമ്യമില്ലാ വകുപ്പുകൾ കൂട്ടിച്ചേർക്കാൻ സാധ്യതയുണ്ടെന്നായിരുന്നു സ്വപ്നയുടെ അഭിഭാഷകന്റെ ആരോപണം. എന്നാൽ ഇത് കോടതി മുഖവിലക്കെടുത്തില്ല. നിലവിൽ പ്രതിയല്ലാത്ത സാഹചര്യത്തിൽ സരിത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയും കോടതി തള്ളി. എന്നാൽ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നാളെ കോടതിയെ സമീപിക്കുമെന്ന് സ്വപ്നയുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് അറിയിച്ചു. സ്വപ്നയ്ക്കെതിരായ കേസ് നിലനിൽക്കില്ലെന്ന് കോടതിയിൽ വാദിക്കും. ഷാജ് കിരണുമായുള്ള സംഭാഷണം നാളെ പുറത്തുവിടുമെന്നും സ്വപ്നയുടെ അഭിഭാഷകൻ അറിയിച്ചു. കൈരളി ന്യൂസ്, കൊച്ചി. ഈ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി തള്ളിയതിന് തൊട്ടു പിന്നാലെ സ്വപ്ന സുരേഷ് ഇന്നും മാധ്യമങ്ങളെ കാണുകയുണ്ടായി. എന്തുകൊണ്ടാണ് മുൻകൂർ ജാമ്യ ഹർജി നൽകിയത് എന്ന ചോദ്യത്തിന് സ്വപ്ന പറഞ്ഞത്, അറസ്റ്റ് ചെയ്താൽ പോലീസ് പീഡിപ്പിക്കുമോ എന്ന് ഭയന്നാണ് താൻ മുൻകൂർ ജാമ്യ ഹർജി നൽകാൻ തീരുമാനിച്ചതെന്നാണ് സ്വപ്ന സുരേഷ് പറഞ്ഞത്. അതായത് കോടതിയിൽ അവരുടെ അഭിഭാഷകൻ പറഞ്ഞ അതേ കാര്യങ്ങൾ മാധ്യമപ്രവർത്തകരോട് പറയുകയായിരുന്നു. ഈ കാര്യങ്ങളാണ് കോടതി നേരത്തെ തള്ളിക്കളഞ്ഞതെന്നത് മറ്റൊരു കാര്യം. അന്വേഷണ സംഘത്തോട് പൂർണ്ണമായും സഹകരിക്കുമെന്നും സ്വപ്ന ഇന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഞാൻ ഈ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ മൂവ് ചെയ്യാൻ എൻ്റെ ലോയറിനോട് റിക്വസ്റ്റ് ചെയ്തത് ബിക്കോസ് ഇന്നലത്തെ ഒരു ഹറാസ്മെൻറ്റ് എൻ്റെ ഒരു കൊളീഗിന് ഉണ്ടായതുകൊണ്ട് മാത്രമാണ്. അവരുടെ കൈകളിലായി കഴിഞ്ഞാൽ അവർ പറയുന്നത് പോലെ ചിലപ്പോൾ ചെയ്യേണ്ടി വരും, വഴങ്ങേണ്ടി വരും എന്നൊക്കെ ഉള്ള ഭയം കൊണ്ട്, സത്യം ചിലപ്പം പുറത്ത് വരില്ല എന്നുള്ള ഭയം കൊണ്ടും ആണ് ഈ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ മൂവ് ചെയ്തത്. അല്ലാതെ അന്വേഷണം തടയാനോ കോൺസ്പിറസി ഉള്ളതുകൊണ്ട് ഒളിച്ചോടാനോ ഒന്നുമല്ല ശ്രമം. അന്വേഷണ സംഘത്തിനോട് ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് 100% കോഓപ്പറേറ്റ് ഡെഫിനറ്റ്ലി ചെയ്യും, പ്രൊവൈഡഡ് എന്നെ ഹറാസ് ചെയ്യരുത്, ബിക്കോസ് എനിക്കൊരു കുഞ്ഞുണ്ട്.
ഈ വാർത്തയുടെ കുത്തൊഴുക്കിൽ ഇന്ന് രംഗപ്രവേശം ചെയ്ത മറ്റൊരു കഥാപാത്രമാണ് ഷാജ് കിരൺ. ആരാണ് ഷാജ് കിരൺ, എന്താണ് ഷാജ് കിരണ് ഈ കേസിൽ റോള് എന്നതടക്കമുള്ള വലിയ ചോദ്യങ്ങൾ ഇന്ന് പൊതുസമൂഹം ചോദിക്കുകയുണ്ടായി. സ്വപ്ന പറഞ്ഞത് മുഖ്യമന്ത്രിക്ക് വേണ്ടി തന്നെ ഭീഷണിപ്പെടുത്തിയ വ്യക്തിയാണ് ഷാജ് കിരൺ എന്നാണ്. എന്നാൽ പിന്നീട് മാധ്യമങ്ങൾക്ക് മുൻപിലെത്തിയ ഷാജ് കിരൺ സ്വപ്നയുടെ ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുകയായിരുന്നു. പച്ചക്കള്ളമാണ് സ്വപ്ന പറയുന്നതെന്ന് ഷാജ് കിരൺ മാധ്യമങ്ങളോട് പറഞ്ഞു. തനിക്ക് മുഖ്യമന്ത്രിയുമായി ഒരു ബന്ധവുമില്ലെന്നും ഷാജ് കിരൺ വ്യക്തമാക്കി. സ്വപ്ന തന്റെ സുഹൃത്താണ് എന്ന കാര്യം ഷാജ് കിരണും സമ്മതിക്കുന്നുണ്ട്. എന്നാൽ സ്വപ്നയുടെ പുതിയ നീക്കങ്ങൾക്ക് പിന്നിൽ മറ്റാരോ ഉണ്ട് എന്ന നിഗമനത്തിലേക്കാണ് ഷാജ് കിരണും ഇന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. മുഖ്യമന്ത്രിക്ക് വേണ്ടി ഷാജി കിരൺ എന്ന പേരിലൊരാൾ തന്നെ വന്ന് കണ്ടുവെന്നും പറഞ്ഞ കാര്യങ്ങളൊന്നും തിരുത്തി പറഞ്ഞില്ലെങ്കിൽ കാലങ്ങളോളം ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും സ്വപ്ന സുരേഷ് കോടതിയിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിൽ ആരോപിച്ചിരുന്നു. എന്നാൽ സ്വപ്നയുടെ ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളിക്കൊണ്ട് ഷാജ് കിരൺ രംഗത്തെത്തി. കോൺഗ്രസിന്റെ നിയന്ത്രണത്തിലുള്ള ചാനലിൽ ഉൾപ്പെടെ മാധ്യമപ്രവർത്തകനായിരുന്ന തനിക്ക് മുഖ്യമന്ത്രിയെ വാർത്താ സമ്മേളനത്തിൽ കണ്ടുള്ള പരിചയം മാത്രമാണുള്ളതെന്ന് ഷാജ് കിരൺ പറഞ്ഞു. അല്ല, അങ്ങനെ മുഖ്യമന്ത്രിക്ക് വേണ്ടി പറയണമെങ്കിൽ എനിക്ക് മുഖ്യമന്ത്രിയോടൊരു ബന്ധം വേണ്ട സുഹൃത്തെ. ഈ മുഖ്യമന്ത്രിയെ ഞാൻ അവസാനം കാണുന്ന ഒരു പത്രസമ്മേളനത്തിൽ 2014 2013 അവരെ ആര് ഓപ്പറേറ്റ് ചെയ്യുന്നത് എനിക്കറിയില്ല. ഞാനിപ്പോൾ സിനിമയ്ക്കകത്ത് ഒരു സീനിലെ ഒരു കഥ ഒരു ഡയറക്ടർ പോലും പറയാതെ ഞാനൊരു കഥാപാത്രമായേക്കുക. സ്വപ്ന കഴിഞ്ഞ 2 മാസമായി തന്റെ സുഹൃത്താണ്. രഹസ്യമൊഴി കൊടുക്കുന്നതിന് മുൻപും ശേഷവും തന്നെ സ്വപ്ന വിളിച്ചിരുന്നു. അപ്പോഴൊന്നും മൊഴി കൊടുക്കുന്നതിനെ താൻ എതിർത്തിട്ടില്ല. സ്വപ്നയുടെ പുതിയ നീക്കങ്ങൾക്ക് പിന്നിൽ മറ്റാരോ ഉണ്ടെന്നും ഷാജ് കിരൺ വ്യക്തമാക്കി. ഇതിന് പിന്നിൽ ആരാന്നുള്ളത് സ്വപ്ന പറയണം, ഞാനല്ല പറയണ്ടേ. എൻ്റെ പേര് പറഞ്ഞ ആളുകൾക്ക് എന്നെ അവിടുന്ന് മാറ്റണം. ആർക്കെന്നുള്ളത് പറയേണ്ടത് സ്വപ്നയാണ്, ഞാനല്ല. അല്ല, വക്കീലറിയാതെ ഇത് നടക്കത്തില്ല. ഞാൻ ഈ അഭിഭാഷകനെ കണ്ടിട്ടില്ല. ഇയാൾ മറ്റേ 2 ഡാൻസ് കളിച്ചപ്പോൾ പിള്ളേർക്കെതിരെ തെറി എഴുതിയ അഭിഭാഷകനാണ്. എനിക്ക് അയാളെക്കുറിച്ചൊന്നും വലിയ ക്രെഡിബിലിറ്റി ഒന്നും തോന്നിയിട്ടില്ല. കൈരളി ന്യൂസ്, കൊച്ചി. സ്വപ്ന ഓരോ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, അത് നിമിഷ നേരങ്ങൾക്കകം പൊളിഞ്ഞു വീഴുന്നു. അതൊക്കെയാണ് ഇന്നും ഇന്നലെയും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിലൊക്കെ ഇതിന്റെ തുടർച്ചയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുമെന്നാണ് ഇന്ന് വൈകുന്നേരത്തെ സ്വപ്നയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഷാജ് കിരണുമായിട്ടുള്ള സംഭാഷണങ്ങളൊക്കെ പുറത്തുവിടുമെന്നൊക്കെയാണ് സ്വപ്ന പറഞ്ഞിരിക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങൾ അതിന്റെ തുടർച്ചയുണ്ടാകും. അതേസമയം തന്നെ ഈ സ്വർണ്ണക്കടത്ത് വെളിപ്പെടുത്തൽ ഗൂഢാലോചന കേസെടുത്തിട്ടുണ്ടല്ലോ, ആ കേസിന്റെ അന്വേഷണത്തിന് സ്പെഷ്യൽ ടീമായിരിക്കുകയാണ്. ക്രൈംബ്രാഞ്ച് SP S മധുസൂദനൻ നയിക്കുന്ന ടീമിൽ അഡീഷണൽ SP PP സദാനന്ദനും അംഗമാണ്. 9 ഡിവൈഎസ്പിമാരും ഒരു സർക്കിൾ ഇൻസ്പെക്ടറും അടങ്ങുന്നതാണ് ഈ സംഘം. ക്രൈംബ്രാഞ്ച് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബിനാണ് ഈ കേസിന്റെ ഈ അന്വേഷണ സംഘത്തിന്റെ മേൽനോട്ട ചുമതല. സ്വപ്നയുടെ ആരോപണത്തിലെ ഗൂഢാലോചന അന്വേഷിക്കാൻ പ്രത്യേക പോലീസ് സംഘത്തെയാണ് DGP നിയോഗിച്ചിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് ADGP ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ 11 അംഗ സംഘമായിരിക്കും കേസ് അന്വേഷിക്കുക. തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് SP S മധുസൂദന്റെ നേതൃത്വത്തിൽ ഒരു അഡീഷണൽ SPയും 8 DYSPയും ഒരു ഇൻസ്പെക്ടറും അടങ്ങുന്ന സംഘമായിരിക്കും ഈ കേസ് ഇനി അങ്ങോട്ട് അന്വേഷിക്കാൻ പോകുന്നത്. വഞ്ചനാ കേസുകൾ അന്വേഷിച്ച് കണ്ടെത്തുന്നതിൽ വൈദഗ്ധ്യമുള്ള മധുസൂദനാണ് ടീം ലീഡ് ചെയ്യുന്നത്. കൊലപാതകം, മോഷണം തുടങ്ങിയ കേസുകൾ തെളിയിക്കുന്നതിൽ വൈദഗ്ധ്യമുള്ള കണ്ണൂർ അഡീഷണൽ SP PP സദാനന്ദനും വിസ്മയ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ രാജ്കുമാറും BJPയുടെ കുഴൽപ്പണ കേസ് അന്വേഷിച്ച VK രാജുവും സംഘത്തിലുണ്ട്. ഇവരടക്കം പ്രാഗൽഭ്യമുള്ള ഒരു അന്വേഷണ സംഘത്തെയാണ് സ്വപ്നയുടെ വെളിപ്പെടുത്തൽ അന്വേഷിക്കാൻ നിയോഗിച്ചിരിക്കുന്നത്. കോട്ടയം ക്രൈംബ്രാഞ്ച് DYSP അമ്മിണിക്കുട്ടൻ, കാസർഗോഡ് DCRB DYSP അബ്ദുൾ റഹീം, തൃശൂർ എക്കണോമിക്സ് വിംഗ് DYSP TR സന്തോഷ്, തിരുവനന്തപുരം സിറ്റി ക്രൈംബ്രാഞ്ച് DYSP B അനിൽകുമാർ, സുൽത്താൻ ബത്തേരി DYSP അബ്ദുൾ ഷെരീഫ്, കൊച്ചി സിറ്റി സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണർ A അഭിലാഷ്, ഒല്ലൂർ അസിസ്റ്റന്റ് കമ്മീഷണർ KC സേതു, വടക്കാഞ്ചേരി ഇൻസ്പെക്ടർ ആദം ഖാൻ എന്നിവരാണ് സംഘത്തിൽ ബാക്കിയുള്ളവർ. ടീം വിപുലപ്പെടുത്തണമെങ്കിൽ ക്രൈംബ്രാഞ്ച് മേധാവിക്ക് പ്രത്യേക ഉത്തരവിറക്കാമെന്നും DGP പുറത്തിറക്കിയ സർക്കുലറിൽ പറയുന്നു. S ജീവൻകുമാർ, തിരുവനന്തപുരം. സ്വാഭാവികമായിട്ടും ഇത്രയും സംഭവ വികാസങ്ങൾ നടക്കുമ്പോൾ അതിനോട് പ്രതിപക്ഷത്തിന്റെ പ്രതികരണം എന്താണ് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നോക്കുമ്പോൾ സ്വപ്ന സുരേഷിനെ രക്ഷിച്ചെടുക്കാനുള്ള RSS നീക്കത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു പ്രതികരണമാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് വന്നത്. സ്വപ്നയ്ക്കെതിരെ ഗൂഢാലോചന കേസ് എടുത്തത് തെറ്റെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. രമേശ് ചെന്നിത്തലയും ഇതേ നിലപാടെടുത്തു. മുഖ്യമന്ത്രിക്കെതിരായ ആരോപണം ദുരുദ്ദേശപരമെന്ന് മന്ത്രി MV ഗോവിന്ദൻ മാസ്റ്ററും സ്വപ്ന പൊളിറ്റിക്കൽ ടൂളായി മാറിയെന്ന് KT ജലീലും പ്രതികരിച്ചു. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷ് പുതുതായി നൽകിയ രഹസ്യമൊഴി RSS ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന സംശയം ഉയരുന്ന ഘട്ടത്തിലാണ് ഇതേ ഗൂഢാലോചനയ്ക്കെതിരെ കേസെടുത്ത സർക്കാർ നിലപാടിനെ വിമർശിച്ച് കോൺഗ്രസും രംഗത്തെത്തുന്നത്. നേരത്തെ സ്വർണ്ണക്കടത്ത് കേസ് വിവാദമായ ഘട്ടത്തിൽ ഒരുപോലെ ഉയർന്ന കോൺഗ്രസ് BJP ശബ്ദങ്ങൾ പുതിയ സീസണിലും മാറ്റൊലിക്കൊള്ളുകയാണ്. സ്വപ്ന സുരേഷിനെതിരെ കേസെടുത്തത് കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ഇതെന്താണെന്നറിയാമോ, ഇത് വളരെ ബുദ്ധിപൂർവ്വം ചെയ്യുന്നതാണ്. ഇനി ഒരാളും ഇങ്ങനെ മൊഴി കൊടുക്കാതിരിക്കാൻ വേണ്ടി പേടിപ്പിക്കുകയാണ്. ഒരു തെളിവും ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഭാഗത്തു നിന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ആളുകളെ ഭയപ്പെടുത്തുകയാണ്. കേട്ടുകേൾവിയുള്ള കാര്യമാണോ? മുഖ്യമന്ത്രിക്കെതിരെ മൊഴി നൽകിയതിന്റെ പേരിൽ കേസെടുത്ത സർക്കാർ നടപടി
ഭരണകൂട ഭീകരതയാണ് വെളിവാക്കുന്നതെന്നായിരുന്നു മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. ഇതെന്ത് നാടാണിത്? ഇതെന്ത് ഭരണമാണിത്? ഇങ്ങനെയാണെങ്കിൽ നാളെ ഗവൺമെന്റിനെതിരെയോ മുഖ്യമന്ത്രിക്കെതിരെയോ ആർക്കും ഒന്നും പറയാൻ കഴിയാത്ത സ്ഥിതിയല്ലേ ഉണ്ടാകുന്നത്? അതേസമയം മുഖ്യമന്ത്രിക്കെതിരായ പുതിയ ആരോപണം വ്യക്തമായ ഗൂഢാലോചനയോടെയാണെന്ന് മന്ത്രി എം വി ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കി. നിങ്ങൾക്ക് ചില ആളുകൾക്ക് ഇതൊരു താല്പര്യമായിട്ട് നിലനിർത്തി കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഗൂഢാലോചനയാണ്, രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ഇതിൻ്റെ പിന്നിൽ. സ്വപ്ന സുരേഷ് പൊളിറ്റിക്കൽ ടൂളായി മാറിയെന്നായിരുന്നു കെ ടി ജലീലിന്റെ പ്രതികരണം. ഇതെത്ര കാലമായി? ഇതൊന്ന് അന്വേഷിച്ച് അവസാനിപ്പിച്ച് കുറ്റക്കാരെങ്കിൽ ഞങ്ങളെയൊക്കെ എന്തിനാണ് ഇവിടെ നിർത്തുന്നത്? വേഗം ജയിലിലിടണ്ടേ? പൊളിറ്റിക്കലായിട്ട് അവരെ ഒരു ടൂളായിട്ട് ഉപയോഗിക്കാമെന്നുള്ളത് തന്നെയാണ്. രാഷ്ട്രീയ എതിരാളികളെ ടാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ഉപയോഗിക്കാമെന്നുള്ളത് തന്നെയാണല്ലോ. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്. ഈ സംഭവ വികാസങ്ങളും വാർത്താ പരമ്പരകളും പുരോഗമിക്കുമ്പോൾ ഏറ്റവും കോമഡി കഥാപാത്രമായി മാറിയിരിക്കുന്നത് പി സി ജോർജാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ വാചകങ്ങളുമായി രംഗത്ത് വന്ന പി സി ജോർജ് ഇന്ന് സ്വപ്നയുമായി ഉള്ള പരിചയമെല്ലാം മാറ്റിമറിച്ചിരിക്കുകയാണ്. അതായത് പറഞ്ഞത് വിഴുങ്ങിയിരിക്കുകയാണ് പി സി ജോർജ്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷുമായി അടുത്ത ബന്ധമില്ല എന്നാണ് ഇന്ന് പി സി ജോർജ് പറഞ്ഞിരിക്കുന്നത്. അധികം തവണ ഫോണിൽ സംസാരിച്ചിട്ടില്ല എന്നും പി സി ജോർജ് പറയുന്നു. ഇന്നലെ 19-ലധികം തവണ സംസാരിച്ചിട്ടുണ്ട് എന്ന് മാധ്യമപ്രവർത്തകർ പറഞ്ഞപ്പോൾ 19 അതിൻ്റെ ഇരട്ടിയിലധികം തവണ സംസാരിച്ചിട്ടുണ്ട് എന്ന് വലിയ വായിൽ വർത്തമാനം പറഞ്ഞ പി സി ജോർജാണ് ഇന്ന് അധികം സംസാരിച്ചിട്ടില്ല എന്ന് നിലപാട് മാറ്റിക്കൊണ്ട് തന്റെ പതിവ് ശൈലിയിൽ രംഗത്ത് വന്നത്. സ്വപ്നയ്ക്കായി നിയമപോരാട്ടം നടത്താൻ ആലോചിച്ചിരുന്നുവെന്നും നിരവധി തവണ ഫോണിൽ സംസാരിക്കാറുണ്ടായിരുന്നുവെന്നുമാണ് ഇന്നലെ പി സി ജോർജ് പറഞ്ഞത്. സ്വപ്ന സുരേഷുമായി അടുത്ത ബന്ധമില്ലെന്നാണ് പി സി ജോർജ് ഇപ്പോൾ പറയുന്നത്. എന്നാൽ ഇന്നലെ സ്വപ്നയ്ക്ക് നിയമസഹായം ഒരുക്കാൻ തീരുമാനിച്ചിരുന്നെന്നും നിരവധി തവണ ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നുമായിരുന്നു ജോർജ് പറഞ്ഞത്. 14 അത് കൂടുതൽ വിളിച്ചിട്ടുണ്ട്. 14 എന്നൊക്കെ പറയുന്ന ഉണയാണ്. 14 കൂടുതൽ വിളിച്ചിട്ടുണ്ട്. 14 അവരെന്നെ വിളിച്ചിട്ടുണ്ട്, ഞാൻ വിളിച്ചിട്ടുണ്ട് 14 കൂടുതൽ. അതൊക്കെ നിങ്ങളുടെ കിട്ടിയ കണക്കല്ലേ? അത് ഏതെങ്കിലും ഒരു എനിക്ക് എത്ര ഫോണുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ? പല ഫോണിൽ നിന്ന് വിളിക്കുകയാണ്. ഞാൻ 14 അത് കൂടുതൽ വിളിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കെതിരായ സ്വപ്നയുടെ മൊഴിയുടെ പിന്നിലെ ഗൂഢാലോചന ഇന്നലെ തന്നെ പുറത്തു വന്നിരുന്നു. ജോർജിനും സ്വപ്നയ്ക്കുമെതിരെ ഗൂഢാലോചന കുറ്റം പോലീസ് ചുമത്തുകയും ചെയ്തു. ഇതോടെയാണ് പി സി ജോർജ് മലക്കം മറിഞ്ഞത്. ഞാൻ സ്വപ്നയെ ഒന്ന് ബന്ധപ്പെടാൻ ശ്രമിച്ചു, അവർ ഫോൺ എടുക്കുന്നില്ല. കാരണം ഞാനുമായിട്ട് അതൊരു ബന്ധമില്ലെന്ന്. പതിവ് പോലെ നിലപാടുകളിൽ ഇത്തവണയും പി സി ജോർജ് ഉറച്ചു നിൽക്കുന്നില്ല. സ്വപ്ന സുരേഷിന് അഭയം നൽകിയ സംഘപരിവാർ അനുകൂല NGOയുമായും ജോർജിന് അടുത്ത ബന്ധമാണുള്ളത്. കൈരളി ന്യൂസ്, കോട്ടയം. ഈ സ്വപ്ന സുരേഷിന് സ്പേസ് പാർക്കിൽ നിയമനം നേടാൻ സഹായിച്ചൊരു കേസ് കിടപ്പുണ്ട്, പഴയൊരു കേസ് കിടപ്പുണ്ട്. വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റാണ് ആ നിയമനത്തിന് വേണ്ടി സ്വപ്ന ഉപയോഗിച്ചതെന്ന് നേരത്തെ തന്നെ തെളിഞ്ഞതാണ്. ഈ വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചു നൽകിയ പഞ്ചാബ് സ്വദേശിയെ പോലീസ് തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. പഞ്ചാബ് സ്വദേശിയായ സച്ചിൻ ദാസ് ആണ് സ്വപ്നയ്ക്ക് വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചു നൽകിയതെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇയാളെ കസ്റ്റഡിയിലെടുക്കാനുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ആ കേസ് അന്വേഷിക്കുന്ന സംഘം. സ്പേസ് പാർക്കിൽ സ്വപ്ന സുരേഷിന് നിയമനം ലഭിച്ചത് പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിന്റെ കരാർ കമ്പനിയായ വിഷൻ ടെക് മുഖാന്തരമായിരുന്നു. സ്വപ്നയ്ക്ക് നിയമനം ലഭിക്കാൻ ഇവിടെ ഹാജരാക്കിയ വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കിയത് പഞ്ചാബ് സ്വദേശിയായ സച്ചിൻ ദാസ് ആണ്. ഇയാളെ ഉടൻ കസ്റ്റഡിയിലെടുക്കുമെന്നാണ് കന്റോൺമെന്റ് പോലീസ് നൽകുന്ന സൂചന. മുംബൈയിലെ ബാബാ സാഹിബ് അംബേദ്കർ സർവകലാശാലയിൽ നിന്നും ബികോം ബിരുദം നേടിയെന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാണ് സ്വപ്ന സുരേഷ് സ്പേസ് പാർക്കിൽ നിയമനം നേടിയത്. എയർ ഇന്ത്യ സാറ്റ്സ് കേസിൽ മുൻ ജീവനക്കാരനെതിരെ വ്യാജ പീഡന പരാതി നൽകിയ സംഭവത്തിൽ സ്വപ്ന സുരേഷ് അടക്കം 10 പേർക്കെതിരെ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. അതിനിടെ ഇന്നലെ വിജിലൻസ് പിടികൂടിയ ലൈഫ് മിഷൻ കേസിലെ പ്രതി സരിത്തിന്റെ ഫോൺ വിജിലൻസ് സംഘം ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും. പിടിച്ചെടുത്ത ഫോൺ ഉടൻ തന്നെ കേസ് അന്വേഷിക്കുന്ന വിജിലൻസിന്റെ തിരുവനന്തപുരത്തെ അന്വേഷണ സംഘത്തിന് കൈമാറും. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. ഈ സ്വപ്ന സുരേഷ് പഴയ മൊഴിയെടുത്ത് ഇന്നലെ അത് പുതിയ രീതിയിൽ, അതായത് പഴയ വീഞ്ഞെടുത്ത് പുതിയ കുപ്പിയിലാക്കി കൊണ്ടുവന്ന് വലിയ ഞെട്ടിപ്പിക്കുന്ന മൊഴി എന്ന പേരിൽ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടപ്പോൾ പ്രധാനമായും ഇപ്പോഴുള്ള ഈ നീക്കത്തിന് പുറകിൽ ആരാണ് എന്ന വലിയ സംശയം, ചോദ്യം സ്വാഭാവികമായും ഉയർന്നു വന്നതാണ്. HRDS എന്ന അവരിപ്പോൾ ജോലി ചെയ്യുന്ന ആ NGO, അതിൻ്റെ RSS ബന്ധമൊക്കെ നമുക്കറിയാവുന്ന കാര്യം കൂടിയാണ്. ഏതായാലും ഇന്നിപ്പോൾ അവർ തന്നെ തുറന്ന് സംഭവിച്ചിരിക്കുകയാണ്. RSSന്റെ, അതായത് RSS അനുകൂല സംഘടനയായ HRDS തന്നെ പറഞ്ഞിരിക്കുകയാണ് തങ്ങളുടെ എല്ലാ അറിവോടു കൂടിയാണ് സ്വപ്നയുടെ ഈ പുതിയ നീക്കങ്ങളെന്നാണ്. സ്വപ്നയുടെ പുതിയ നീക്കങ്ങൾ തങ്ങളുടെ അറിവോടെയാണെന്ന് പറഞ്ഞത് RSS സൈദ്ധാന്തികനും സ്വപ്ന ജോലി ചെയ്യുന്ന HRDSന്റെ വൈസ് പ്രസിഡന്റുമായ KG വേണുഗോപാലാണ്. അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. പണ്ട് നിങ്ങൾ കണ്ട സ്വപ്നയല്ല, HRDSൽ ജോലി എടുത്തതിന് ശേഷം അവർ മറ്റൊരു സ്വപ്നയായി മാറിയിരിക്കുന്നുവെന്നാണ് KG വേണുഗോപാൽ പറഞ്ഞിരിക്കുന്നത്. സ്വപ്നയുടെ പുതിയ നീക്കങ്ങൾക്ക് പിന്നിൽ ബാഹ്യപ്രേരണയുണ്ടെന്ന ആരോപണം ശരിവെക്കുന്നതാണ് KG വേണുഗോപാലിൻ്റെ വാക്കുകൾ. നേരത്തെ നൽകിയ മൊഴി സന്ദർഭവും കഥാപാത്രങ്ങളും മാറ്റി പുതിയ മൊഴിയാക്കി സ്വപ്ന മാധ്യമങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിച്ചത് തങ്ങളുടെ അറിവോടെയും
പിന്തുണയോടെയുമാണെന്ന് RSS അനുകൂല സന്നദ്ധ സംഘടനയായ HRDSന്റെ വൈസ് പ്രസിഡന്റ് KG വേണുഗോപാൽ വ്യക്തമാക്കുന്നു. ഉന്നതർ കുടുങ്ങുമെന്നും തെളിവുകൾ സ്വപ്ന ഭദ്രമായി സൂക്ഷിച്ചിട്ടുണ്ടെന്നും വേണുഗോപാൽ പറയുന്നു. പഴയ സ്വപ്നയല്ല HRDSൽ വന്ന ശേഷമുള്ള സ്വപ്നയെന്നും അവർ ഇനിയും തുറന്നു പറയുമെന്നും KG വേണുഗോപാൽ സ്വകാര്യ യൂട്യൂബ് ചാനലിന് കഴിഞ്ഞ ദിവസം നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. കേസുകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും HRDS ഇന്ത്യ ബന്ധപ്പെട്ടിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ ഒരു സ്റ്റാഫ് എന്നുള്ള രൂപത്തിൽ അവരുടെ സംരക്ഷണവും സുരക്ഷിതത്വവും നമുക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സ്വപ്ന സുരേഷ് HRDS ഇന്ത്യയുടെ ഒരു ഭാഗമാണ്, ഒരു സ്റ്റാഫാണ്. അതിന് അവർക്ക് അർഹതപ്പെട്ട എല്ലാ തരത്തിലുള്ള സംരക്ഷണവും HRDS ഇന്ത്യ നൽകും. അതിന് സംശയം വേണ്ട. ഇന്നലത്തെ സ്വപ്ന സുരേഷ് അല്ല, ഇന്ന് സ്വപ്ന സുരേഷിൻ്റെ പിന്നിൽ HRDS ഇന്ത്യ എന്ന ഒരു NGO, സമൂഹ മധ്യത്തിൽ കഴിഞ്ഞ 27 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു NGO ഉണ്ട്. കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് പാലക്കാട് ചന്ദ്രനഗറിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ ജയിൽ മോചിതയായ സ്വപ്നയെ 2021 നവംബർ 6 സ്വീകരിച്ചു കൊണ്ടുപോയി ജോലി കൊടുക്കുകയായിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ സ്വപ്ന സുരേഷ് HRDS തൊടുപുഴ ഓഫീസിൽ ചുമതലയേറ്റപ്പോൾ ബാഡ്ജ് അണിയിച്ച് സ്വീകരിച്ചത് വേണുഗോപാലാണ്. RSSന്റെ മുഴുവൻ സമയ പ്രചാരകനായിരുന്ന വേണുഗോപാൽ ABVPയുടെ ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിരുന്നു. പിന്നീട് സംഘപരിവാർ സംഘടനകളുടെ സന്നദ്ധ സേവന പ്രവർത്തനങ്ങളുടെ ചുമതലക്കാരനായി. വേണുഗോപാലുമായി നിരന്തരം ബന്ധപ്പെടുന്നയാളാണ് PC ജോർജ്. സ്വപ്നയുടെ അഭിഭാഷകനുമായി ബന്ധപ്പെട്ടതും ഗൂഢാലോചനയ്ക്ക് ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്തിയതും ജോർജാണ്. ഇത് വ്യക്തമാക്കുന്നതായിരുന്നു ബുധനാഴ്ചത്തെ വാർത്താ സമ്മേളനം. PC ജോർജിനെ കണ്ടിട്ടുണ്ടെന്നും അത് HRDS സെക്രട്ടറി അജയ് കൃഷ്ണൻ പറഞ്ഞിട്ടാണെന്നുമായിരുന്നു സ്വപ്ന മാധ്യമങ്ങളോട് സമ്മതിച്ചത്. സ്വപ്നയുടെ വ്യാജ ആരോപണങ്ങൾക്ക് പിന്നിലെ ഗൂഢാലോചന രൂപം കൊണ്ടത് എങ്ങനെയെന്ന് ഇതിൽ നിന്നെല്ലാം വ്യക്തമാവുകയാണ്. കൈരളി ന്യൂസ്, കൊച്ചി. ഈ സംഭവങ്ങളുടെയൊക്കെ തുടർച്ചയായിട്ട് പ്രതിഷേധങ്ങളും വലിയ രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. രണ്ട് തരത്തിലുള്ള പ്രതിഷേധമാണ് ഇന്ന് കാണാൻ കഴിഞ്ഞത്. ഒന്ന്, ഈ സ്വർണ്ണക്കടത്ത് കേസിലെ ഗൂഢാലോചനയിൽ സമഗ്ര അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് DYFI സംസ്ഥാന സെക്രട്ടറി DYFI ഇന്ന് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി. സംസ്ഥാന സെക്രട്ടറി VK സനോജാണ് മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. ഒപ്പം തന്നെ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് വിവിധ ജില്ലകളിൽ പ്രതിഷേധം സംഘടിപ്പിക്കുകയുണ്ടായി. ഒരിടവേളയ്ക്ക് ശേഷം സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി നടത്തിയ ആരോപണത്തിൽ തലസ്ഥാന നഗരിയിലെ ഭരണസിരാ കേന്ദ്രം സമര പോരാട്ടങ്ങൾക്ക് വേദിയായി. സ്വർണ്ണക്കടത്ത് കേസിലെ ഗൂഢാലോചനയെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്ന് DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് പറഞ്ഞു. PC ജോർജ് അങ്ങനെ RSS ഏറ്റെടുത്താൽ ഇവിടെ എന്തും ആക്കിക്കളയാമെന്ന് ധരിക്കണ്ട. PC ജോർജിന്റെ പേരിൽ കേസെടുത്തിട്ടുണ്ട്. കള്ളപ്പണ കേസിൽ സുരേന്ദ്രനെ ജയിൽ കാത്തു നിൽക്കുകയാണ്. നിയമ നടപടി കാത്തു നിൽക്കുകയാണ്. അപ്പൊ അവർക്കെല്ലാം വലിയ വിദ്വേഷം, വലിയ എതിർപ്പ് ഈ ഗവൺമെന്റിനോടുണ്ട്. ഈ തിരക്കഥയിൽ നായകവേഷം കിട്ടുമോ എന്ന് അന്വേഷിച്ചിട്ട് VD സതീശൻ നാണമില്ലാതെ RSSന്റെ കൂടെ ചേരുന്നു. VD സതീശനും RSSും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണിത്. ഈ ഗൂഢാലോചന സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണം. യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് തലസ്ഥാന നഗരിയെ കലാപഭൂമിയാക്കി. പോലീസ് 3 വട്ടം ജലപീരങ്കി പ്രയോഗിച്ചു. മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ബിരിയാണി ചെമ്പും സ്വർണ്ണക്കട്ടികളുടെ മാതൃകയും കയ്യിലേന്തിക്കൊണ്ടാണ് സമരത്തിനെത്തിയത്. തൃശൂർ, കോഴിക്കോട് നഗരങ്ങളിലും പ്രതിഷേധങ്ങളുണ്ടായി. തൃശൂരിൽ യുവമോർച്ച പ്രതിഷേധത്തിനിടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പോലീസ് യുവമോർച്ച പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി. കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് നടന്ന യൂത്ത് കോൺഗ്രസ് മാർച്ചിനെതിരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസും പ്രവർത്തകരും തമ്മിലുണ്ടായ സംഘർഷത്തിൽ 2 വനിതാ പോലീസുകാർക്ക് പരിക്കേറ്റു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കേന്ദ്ര ഏജൻസികളാണല്ലോ ഈ സംഭവത്തിലെ പ്രധാനപ്പെട്ട ചില കഥാപാത്രങ്ങൾ. ഈ കേന്ദ്ര ഏജൻസികളുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ നിലപാട് സ്വാഭാവികമായും ഈ ഘട്ടത്തിൽ വലിയ ചർച്ചയാവേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം കേരളത്തിന് വെളിയിലേക്ക് പോയാൽ കേന്ദ്ര ഏജൻസികൾ മോശപ്പെട്ടവരാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക്. പക്ഷേ അത് കേരളത്തിനകത്താണെങ്കിൽ അവർ വളരെ നല്ല ആൾക്കാരുമാണ്. നമുക്ക് നോക്കാം എന്താണ് അവരുടെ ഒരു നിലപാടിൽ ഇരട്ടത്താപ്പ് എങ്ങനെയാണെന്ന്. ഈ കേന്ദ്ര ഏജൻസികളുടെ കാര്യത്തിൽ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിൻ്റേത് ഇരട്ടത്താപ്പാണ്. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളാണ്. ഇവർക്കെതിരെ ED അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ദിവസം മൊഴി കൊടുക്കാനായി രാഹുൽ ഗാന്ധി EDക്ക് മുൻപിലേക്ക് പോകേണ്ടതടക്കമുള്ള സാഹചര്യങ്ങളുണ്ട്. അതൊക്കെ രാഷ്ട്രീയ പകപോക്കലാണെന്നാണ് കോൺഗ്രസിന്റെ ദേശീയ നിലപാട്. എന്നാൽ കേരളത്തിലേക്ക് വരുമ്പോൾ BJPക്കൊപ്പം കൂടി ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെയൊക്കെ തോളിൽ കൈയിട്ടുകൊണ്ട് സ്വീകരിക്കുന്ന നിലപാടാണ് ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത്. ഇതാണ് ഇരട്ടത്താപ്പ്. നാഷണൽ ഹെറാൾഡ് അഴിമതി കേസിൽ സോണിയാഗാന്ധിയോടും രാഹുൽ ഗാന്ധിയോടും നേരിട്ട് ഹാജരാകാനാണ് എൻഫോഴ്സ്മെന്റ് നിർദ്ദേശം നൽകിയത്. ഈ മാസം 13-ന് രാഹുൽ ഗാന്ധി എൻഫോഴ്സ്മെന്റിന് മുന്നിലേക്കെത്തുമ്പോൾ രാഹുലിനെ എല്ലാ കോൺഗ്രസ് MPമാരും പ്രതിഷേധ റാലിയുമായി അനുഗമിക്കും.
മോദി സർക്കാർ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടുന്നുവെന്നാണ് കോൺഗ്രസിന്റെ ദേശീയ നിലപാട്. NDA സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം UPA സർക്കാരിൽ മന്ത്രിയായിരുന്ന P. ചിദംബരത്തിനെതിരെ കേസെടുത്തു. കാർത്തി ചിദംബരം, കർണാടകയിലെ ശക്തനായ നേതാവ് D. ശിവകുമാർ തുടങ്ങി ഒട്ടനവധി കോൺഗ്രസ് നേതാക്കൾക്കെതിരെ CBI എൻഫോഴ്സ്മെന്റ് ഏജൻസികൾ ചുമത്തിയ കേസുകൾ രാഷ്ട്രീയ പ്രേരിതമെന്നാണ് കോൺഗ്രസ് നിലപാട്. ഇത് വ്യക്തമാക്കി കഴിഞ്ഞ ഡിസംബറിൽ സോണിയാഗാന്ധി ഹിന്ദുസ്ഥാൻ ടൈംസിൽ എഴുതിയ ലേഖനമാണിത്. എന്നാൽ കേരളത്തിലേക്കെത്തുമ്പോൾ സംസ്ഥാന നേതാക്കൾ കേന്ദ്ര ഏജൻസികളെ BJPക്കൊപ്പം അനുകൂലിക്കുന്ന ഇരട്ടത്താപ്പാണ് സ്വീകരിക്കുന്നത്. സ്വർണ്ണക്കടത്ത് കേസിലടക്കം ഒന്നും കണ്ടെത്താൻ കേന്ദ്ര ഏജൻസികൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിലും ദേശീയ നിലപാടിന് കടകവിരുദ്ധമായി EDയെ പിന്തുണയ്ക്കുകയാണ് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം. അതേസമയം ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഒരു നേതാക്കളും ഇക്കാര്യത്തിൽ നിലപാട് പറഞ്ഞിട്ടുമില്ല. കേന്ദ്ര ഏജൻസികൾക്കെതിരെ നിലപാടെടുക്കുന്ന ദേശീയ നേതാക്കൾ കേരളത്തിൽ മാത്രം എങ്ങനെ എൻഫോഴ്സ്മെന്റിനെ അനുകൂലിക്കുമെന്നതാണ് ഇവരുടെ പ്രധാന ആശയക്കുഴപ്പം. കേന്ദ്ര ഏജൻസികൾക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാടുമായി കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം മുന്നോട്ടു പോകുമ്പോൾ കേരളത്തിൽ BJPക്കൊപ്പം ചേർന്ന കേന്ദ്ര ഏജൻസികളെ അനുകൂലിക്കുന്ന ഇരട്ടത്താപ്പാണ് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിൻ്റേത്. ദില്ലിയിൽ നിന്നും വിഷ്ണു തലവൂർ. വളരെ വേഗം വാർത്തകളിലേക്ക് തിരികെ വരാം, ചെറിയ ഇടവേളയ്ക്ക് ശേഷം. നമ്മൾ മറ്റു വാർത്തകളിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ വാർത്തയിലേക്ക് പോകാം. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജൂലൈ 18 വോട്ടെടുപ്പ്, 21 ഫലം പ്രഖ്യാപിക്കും. MPമാരും MLAമാരും ഉൾപ്പെടെ 4809 പേരാണ് വോട്ട് രേഖപ്പെടുത്തുക. പ്രസിഡന്റ് സ്ഥാനത്ത് രാംനാഥ് കോവിന്ദിന്റെ കാലാവധി ജൂലൈ 24 അവസാനിക്കും. And date on which a poll shall, if necessary, be taken is 18th of July 2022. That happens to be Monday. And date on which counting, if required, shall be taken and result declared. That would be 21/7/2022. 16-ാം രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ കാഹളം മുഴങ്ങി. ഈ മാസം 15-ന് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇറങ്ങും. നാമനിർദ്ദേശ പത്രിക നൽകേണ്ട അവസാന തീയതി 29-ഉം പത്രിക പിൻവലിക്കേണ്ട അവസാന തീയതി ജൂലൈ 2-ഉമാണ്. 18-ന് വോട്ടെടുപ്പും 21-ന് ഫലപ്രഖ്യാപനവും നടക്കും. MPമാർ പാർലമെന്റിലും MLAമാർ അതത് സംസ്ഥാനങ്ങളിലെ നിയമസഭകളിലും തയ്യാറാക്കിയ വോട്ടിംഗ് കേന്ദ്രത്തിലാണ് വോട്ട് ചെയ്യേണ്ടത്. അടിയന്തര സാഹചര്യത്തിൽ 10 ദിവസത്തെ മുൻകൂർ അനുമതിയോടെ വ്യത്യസ്ത ഇടങ്ങളിൽ നിന്ന് വോട്ട് ചെയ്യാനുള്ള സൗകര്യം ഉറപ്പാക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജീവ് കുമാർ അറിയിച്ചു. 4033 MLAമാരും 776 MPമാരും ഉൾപ്പെടെ 4809 വോട്ടാണ് ആകെയുള്ളത്. ഒരു MPയുടെ വോട്ട് മൂല്യം 700 ആണ്. ജനസംഖ്യാടിസ്ഥാനത്തിൽ MLAമാരുടെ വോട്ട് മൂല്യം ഓരോ സംസ്ഥാനത്തും വ്യത്യസ്തമായിരിക്കും. കേരളത്തിൽ ഒരു MLAയുടെ വോട്ട് മൂല്യം 152 ആണ്. ഇതുപ്രകാരം 21,280 ആണ് കേരളത്തിലെ MLAമാരുടെ വോട്ട് മൂല്യം. ആകെ 10,86,431 വോട്ട് മൂല്യം. അതിൽ MLAമാരുടേത് 5,43,231 MPമാരുടേത് 5,43,200 നിലവിലെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിനെ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായാണ് NDA പ്രഖ്യാപിച്ചത്. അതേ രീതിയിൽ ഇത്തവണയും NDA നീക്കത്തിനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. 5,30,690 ആണ് നിലവിൽ NDAക്ക് കിട്ടാവുന്ന വോട്ട്. UPAക്ക് 2,56,756 മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്കായി 2,94,396 വോട്ട് മൂല്യവുമുണ്ട്. അതിനാൽ പ്രാദേശിക പാർട്ടികളുടെ നിലപാട് നിർണായകമാകും. BJD, YSR പോലുള്ള പാർട്ടികൾ NDAക്കൊപ്പം നിന്നേക്കാം. വിപ്പില്ലാതെയുള്ള രഹസ്യ ബാലറ്റ് ആയതിനാൽ നിരവധി ക്രോസ് വോട്ടുകളും രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കാം. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ വോട്ട് മൂല്യം പരിശോധിക്കുമ്പോൾ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിലുള്ള വ്യത്യാസം നേരിയതാണ്. ഭരണത്തിലുള്ളതിന്റെ മേൽക്കൈ NDAക്ക് കിട്ടുമെങ്കിലും വാശിയേറിയ പോരാട്ടം തന്നെയാകും. ദില്ലിയിൽ നിന്നും ക്യാമറമാൻ ഗോപി കടവല്ലൂരിനൊപ്പം PR സുനിൽ, കൈരളി ന്യൂസ്. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആരായിരിക്കാം പുതിയ രാഷ്ട്രപതിയായി വരുന്നതെന്ന് രാജ്യം മാത്രമല്ല ലോകം മുഴുവൻ ആകാംക്ഷയോടെ ചോദിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ്. ഒരുപക്ഷെ രാംനാഥ് കോവിന്ദിന് NDA മറ്റൊരവസരം കൂടി നൽകുമോ, അതോ മറ്റൊരു സർപ്രൈസ് എൻട്രി ഉണ്ടാകുമോ എന്നാണ് NDA ക്യാമ്പിലേക്ക് എല്ലാവരും നോക്കുന്നത്. അതേസമയം തന്നെ പ്രതിപക്ഷത്തിന്റെ നിലപാട് എന്തായിരിക്കാം? ഒരു പൊതു സ്ഥാനാർത്ഥിയായിരിക്കുമോ അതോ മറ്റ് നിലപാടുകളിലേക്ക് അവർ പോകുമോ എന്നതും വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമുക്ക് നോക്കാം ഒരു സാധ്യതകൾ എങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെയായിരിക്കാം ഈ ക്യാമ്പുകളിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്, കാണാൻ കഴിയുന്നത് എന്താണെന്ന്. ഇന്ത്യയുടെ 16ാമത്തെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുമ്പോൾ ആരൊക്കെയാകും സ്ഥാനാർത്ഥികൾ? ആരും പ്രതീക്ഷിക്കാത്ത സ്ഥാനാർത്ഥിയായിരുന്നു 2017 രാംനാഥ് കോവിന്ദ്.
രാംനാഥ് കോവിന്ദിന് ഒരു അവസരം കൂടി നരേന്ദ്രമോദിയും അമിത്ഷായും നൽകുമോ എന്ന് വ്യക്തമല്ല. ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡുവിന് രാഷ്ട്രപതി സ്ഥാനത്തേക്കെത്താൻ മോഹമുണ്ടെങ്കിലും മോദിയുടെ ഗുഡ് ബുക്കിൽ നായിഡു ഇല്ല എന്നാണ് സൂചന. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്താകും രാഷ്ട്രപതി സ്ഥാനാർത്ഥിയുടെ കാര്യത്തിലെ തീരുമാനം. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ പേര് ചർച്ചകളിലുണ്ട്. ജാർഖണ്ഡ് ഗവർണറായിരുന്ന ആദിവാസി നേതാവ് ദ്രൗപദി മുർമുവിന്റെ പേരും BJPയുടെ മനസ്സിലുണ്ടെന്നാണ് സൂചന. വോട്ട് മൂല്യത്തിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിലുള്ള വ്യത്യാസം വളരെ കുറവായതിനാൽ ശക്തനും പൊതുസമ്മതനുമായ സ്ഥാനാർത്ഥിയെ കൊണ്ടുവരാൻ പ്രതിപക്ഷ പാർട്ടികളും ശ്രമിക്കും. രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡ താൽപര്യം പ്രകടിപ്പിച്ചതായി സൂചനയുണ്ട്. ശരത് പവാർ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പേരും പ്രതിപക്ഷ മനസ്സിലുണ്ട്. അതേസമയം പ്രതിപക്ഷ നിരയിലെ ഐക്യമില്ലായ്മ പ്രധാന വിഷയമാകും. കോൺഗ്രസിനെ അംഗീകരിക്കാൻ തയ്യാറില്ലെന്ന് തൃണമൂൽ കോൺഗ്രസ്, TRS പാർട്ടികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ആം ആദ്മി പാർട്ടിയും കോൺഗ്രസിനോട് സഹകരിക്കാൻ സാധ്യതയില്ല. തർക്കം തുടരുകയാണെങ്കിൽ ആര് സ്ഥാനാർത്ഥിയായാലും അനായാസ വിജയമാകും NDAക്ക്. അതല്ല, BJPയെ നേരിടാൻ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഒന്നിച്ചു നിൽക്കുകയും BJD, YSR പാർട്ടികൾ കൂടി പ്രതിപക്ഷ നിരയിലേക്ക് എത്തുകയും ചെയ്താൽ പോരാട്ടം മുറുകും. PR സുനിൽ, കൈരളി ന്യൂസ്, ദില്ലി. ഏതായാലും ആകാംക്ഷയോടെ രാജ്യം കാത്തിരിക്കുകയാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് വേണ്ടി. ആരായിരിക്കാം രാജ്യത്തിന്റെ പ്രഥമ പൗരന്റെ പദവിയിലേക്ക് വരാൻ പോകുന്നത് എന്ന ആകാംക്ഷയോടെ സ്വാഭാവികമായും കാത്തിരിക്കുകയാണ്. നാളെ വളരെ പ്രധാനപ്പെട്ട ദിനമാണ് ദേശീയ രാഷ്ട്രീയത്തിൽ. കാരണം നാളെ വിവിധ സംസ്ഥാനങ്ങളിൽ രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ നടക്കുകയാണ്. ആകെ 57 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. അതിൽ 41 സീറ്റുകളിൽ സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട സാഹചര്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ബാക്കിയുള്ള 16 സീറ്റുകളിലേക്കാണ് നാളെ വോട്ടെടുപ്പ് നടക്കുക. ഈ 16 സീറ്റുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ക്രോസ് വോട്ടിംഗ് ഉണ്ടാകുമോ എന്നതൊക്കെയാണ്. ചാക്കിട്ട് പിടുത്തമടക്കമുള്ള കാര്യങ്ങൾ, കുതിരക്കച്ചവടമൊക്കെ ഇങ്ങനെ സജീവമായ അന്തരീക്ഷത്തിൽ നിൽക്കുന്നുണ്ട്. കോൺഗ്രസും BJPയും അവരുടെ MLA-മാരെയൊക്കെ റിസോർട്ടുകളിലൊക്കെ താമസിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായി എന്ത് സംഭവിക്കും എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് രാജസ്ഥാൻ, ഹരിയാന, മഹാരാഷ്ട്ര, കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങളാണ്. അവിടെയൊക്കെ BJP അട്ടിമറി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ചില നീക്കങ്ങളൊക്കെ സജീവമാക്കിയിരിക്കുകയാണ്. അപ്പോൾ എന്തും സംഭവിക്കാം നാളെ. ഒഴിവുവന്ന 57 സീറ്റുകളിൽ 11 സംസ്ഥാനങ്ങളിൽ 41 സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ബാക്കിയുള്ള 16 സീറ്റുകളിലേക്കാണ് നാളെ വോട്ടെടുപ്പ് നടക്കുക. കോൺഗ്രസ് സീറ്റുകളിൽ അട്ടിമറി നടത്താൻ BJP നീക്കം നടത്തിയതോടെ രാജസ്ഥാൻ, ഹരിയാന, മഹാരാഷ്ട്ര, കർണാടക സംസ്ഥാനങ്ങളിൽ ശക്തമായ മത്സരം നടക്കും. രാജസ്ഥാനിലും ഹരിയാനയിലും കാലുവാരൽ ഭയന്ന കോൺഗ്രസ് സ്വന്തം MLA-മാരെ നേരത്തെ തന്നെ റിസോർട്ടിലേക്ക് മാറ്റിയിരുന്നു. ഛത്തീസ്ഗഡിലെ റിസോർട്ടിൽ നിന്നും കോൺഗ്രസ് ഹരിയാനയിലെ MLA-മാരെ ഇന്ന് വൈകിട്ടോടെ ദില്ലിയിലേക്ക് എത്തിക്കും. കോൺഗ്രസ് കുതിരക്കച്ചവടത്തിന് ശ്രമിക്കുന്നുവെന്നാരോപിച്ച BJP ഹരിയാനയിലെ അവരുടെ MLA-മാരെയും റിസോർട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ ഭരണകക്ഷി MLA-മാരും റിസോർട്ടിൽ തന്നെ തുടരുന്നു. രാജസ്ഥാനിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി അജയ് മാക്കനെ അട്ടിമറിക്കാൻ മാധ്യമ സ്ഥാപന മേധാവി കാർത്തികേയ ശർമ്മയെ BJP രംഗത്തിറക്കിയപ്പോൾ രാജസ്ഥാനിലും മാധ്യമ സ്ഥാപന മേധാവിയായ സുഭാഷ് ചന്ദ്രയാണ് BJPയുടെ സ്ഥാനാർത്ഥി. അട്ടിമറി ലക്ഷ്യം വെച്ച് കുതിരക്കച്ചവട സാധ്യതകൾ BJP സജീവമാക്കിയതോടെ സ്വന്തം വോട്ടുകൾ ചോരുമെന്ന ആശങ്കയിലാണ് കോൺഗ്രസ് നേതൃത്വം. ദില്ലിയിൽ നിന്നും വിഷ്ണു തലവൂർ. തിരികെ വരാം വാർത്തകളിലേക്ക്, ചെറിയ ഇടവേളയ്ക്ക് ശേഷം. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാണുന്നതാണ്. സുപ്രീം കോടതിയുടെ ബഫർ സോണുമായി ബന്ധപ്പെട്ട പുതിയ ഉത്തരവ് മലയോര മേഖലയിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ് മലയോര ജനതയിൽ ഈ ഉത്തരവ്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വരികയാണ്. സമരമുഖത്താണ് മലയോര ജനത. ബഫർ സോൺ വിഷയത്തിൽ ഈ മാസം 12-ന് വയനാട്ടിൽ LDF ഹർത്താൽ പ്രഖ്യാപിച്ചു. സുപ്രീം കോടതി ഉത്തരവ് പിൻവലിക്കുന്നതിന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ഇടപെടൽ ആവശ്യപ്പെട്ടാണ് ഹർത്താൽ. അതേസമയം ബത്തേരിയിൽ CPIM നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾക്ക് തുടക്കമായി. ബഹുജന റാലി CPIM ജില്ലാ സെക്രട്ടറി P. ഗഗാറിൻ ഉദ്ഘാടനം ചെയ്തു. ശക്തമായ പ്രതിഷേധങ്ങൾക്കാണ് ബത്തേരിയിൽ ബഫർ സോൺ പ്രശ്നത്തിൽ തുടക്കമാകുന്നത്. നഗരസഭാ പരിധിയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഉത്തരവ് പ്രകാരം പരിസ്ഥിതിലോല മേഖലയാവുന്നതാണ് നിലവിലെ സാഹചര്യം. തിരുനെല്ലി, നൂൽപ്പുഴ തുടങ്ങി വനത്തോട് ചേർന്ന മേഖലകളും പരിധിയിൽപ്പെടും. ഈ സാഹചര്യത്തിൽ പ്രക്ഷോഭങ്ങൾ ശക്തമാക്കാനാണ് LDF തീരുമാനം. 12-ന് ജില്ലയിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് LDF. രാവിലെ 6 മുതൽ വൈകിട്ട് 6 മണിവരെയാണ് സമരം. അവശ്യ സർവീസുകളെ ഒഴിവാക്കിയിട്ടുണ്ട്. ഉത്തരവ് പിൻവലിക്കും വരെ സമരങ്ങൾ തുടരാനാണ് തീരുമാനം. ഇന്ന് രാവിലെ ബത്തേരിയിൽ നടന്ന ബഹുജന റാലിയിലും ധർണയിലും 100 കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. CPIM ജില്ലാ സെക്രട്ടറി P. ഗഗാറിൻ ഉദ്ഘാടനം ചെയ്തു. കാട്ടിൽ മൃഗങ്ങൾക്ക് സംരക്ഷണം ലഭിച്ച് താമസിക്കാൻ കഴിയാത്തത് കൊണ്ട് മൃഗങ്ങൾ മനുഷ്യവാസ കേന്ദ്രങ്ങളിലേക്ക് വരുന്നു. അതാണ് തടയപ്പെടേണ്ടത്. ബത്തേരിക്ക് പുറമെ നൂൽപ്പുഴ, തിരുനെല്ലി തുടങ്ങിയ തദ്ദേശ സ്ഥാപനങ്ങളും സർവകക്ഷി യോഗങ്ങൾ വിളിച്ചു ചേർത്തിട്ടുണ്ട്. സംയുക്ത സമരങ്ങളുമായി ഉത്തരവിനെതിരെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനാണ് തീരുമാനം.
കൈരളി ന്യൂസ്, വയനാട്. വയനാട്ടിൽ മാത്രമല്ല, സംസ്ഥാനത്തിന്റെ മറ്റു പ്രധാനപ്പെട്ട മലയോര മേഖലകളിലൊക്കെ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. സുപ്രീംകോടതി ബഫർ സോൺ ഉത്തരവിനെതിരെ കോഴിക്കോട്ടും മലയോര ഹർത്താലാണ്. ജൂൺ 13 LDFന്റെ നേതൃത്വത്തിലാണ് ഹർത്താൽ നടത്തുക. നമ്മൾ ഇടുക്കിയിലേക്ക് വരികയാണെങ്കിൽ ഇടുക്കി വലിയ പ്രതിഷേധമുണ്ട്. ഇടുക്കി നാളെ സമരമുഖത്തേക്ക് എത്തുകയാണ്. LDF പ്രഖ്യാപിച്ചിരിക്കുന്ന ഹർത്താലിൽ ജില്ല നിശ്ചലമാകും. 100-ലധികം കേന്ദ്രങ്ങളിൽ പ്രതിഷേധ യോഗങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട്. 16 ഇതേ വിഷയത്തിൽ UDFും ഇടുക്കിയിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംരക്ഷിത വനമേഖലയുടെ 1 കിലോമീറ്റർ ചുറ്റളവ് പരിസ്ഥിതിലോല പ്രദേശമായി സംരക്ഷിക്കണമെന്ന കോടതി ഉത്തരവ് കേരളത്തിൽ ഏറ്റവും അധികം ബാധിക്കുന്നത് ഇടുക്കി ജില്ലയെയാണ്. 4 ദേശീയോദ്യാനങ്ങളും 4 വന്യജീവി സങ്കേതങ്ങളും ജില്ലയിലുണ്ട്. ഭൂവിസ്തൃതിയിൽ ഭൂരിഭാഗവും വനഭൂമി ഉൾപ്പെടുന്ന ജില്ലയിൽ കോടതി വിധി നടപ്പിലായാൽ വലിയൊരു മേഖലയിൽ ജനവാസം സാധ്യമല്ലാതാകും. ബഫർ സോൺ പൂജ്യമായി നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം നൽകാനാണ് LDF തീരുമാനം. മലയോര ജനത ഏറ്റെടുക്കാൻ പോകുന്ന തുടർ പ്രക്ഷോഭങ്ങളുടെ തുടക്കമായി ഹർത്താൽ മാറുമെന്നാണ് നേതാക്കളുടെ മുന്നറിയിപ്പ്. ഇത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഒരു നാടിൻ്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ഒരു സമരമായി ഇതിനെ കാണണം. ഈ ഹർത്താലിന് ശേഷം LDFന്റെ നേതൃത്വത്തിൽ തന്നെ വിവിധ രൂപങ്ങളിലുള്ള പ്രക്ഷോഭ സമരങ്ങൾ തുടരും. ഈ ഉത്തരവ് പിൻവലിക്കുന്നിടം വരെ. 2ാം UPA സർക്കാരിന്റെ കാലത്ത് പുറത്തിറക്കിയ ഉത്തരവ് നടപ്പാക്കണമെന്നാണ് നിലവിൽ സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ പറയുന്നത്. അന്ന് ബഫർ സോൺ 10 കിലോമീറ്ററായി ഉയർത്തണമെന്ന് വാദിച്ച ഹരിത നേതാക്കളടക്കം ഇപ്പോൾ നിലപാട് മാറ്റി. വിഷയത്തിൽ പരിഹാരം കണ്ടെത്തേണ്ട കേന്ദ്ര സർക്കാരിനെതിരെ പ്രതികരിക്കാതെ സംസ്ഥാന സർക്കാരിന് മേൽ പഴിചാരി രക്ഷപ്പെടാനുള്ള ശ്രമമാണ് നിലവിൽ UDF നടത്തുന്നതെന്ന് LDF ചൂണ്ടിക്കാട്ടുന്നു. 16 UDFും ജില്ലയിൽ ഹർത്താൽ നടത്തും. കസ്തൂരി രംഗൻ ഗാഡ്ഗിൽ വിഷയങ്ങളിലേതിന് സമാനമായി വൻ ജനകീയ പ്രക്ഷോഭത്തിനാണ് ഇടുക്കിയിൽ വീണ്ടും കളമൊരുങ്ങുന്നത്. കൈരളി ന്യൂസ്, ഇടുക്കി. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം നിലവിൽ വരികയാണ്. വലിയ ട്രോളിംഗ് ബോട്ടുകൾക്ക് മീൻ പിടിക്കുന്നതിന് നിരോധനമുണ്ടായിരിക്കും. 52 ദിവസത്തേക്കാണ് ട്രോളിംഗ് നിരോധനം. നമുക്ക് നോക്കാം ട്രോളിംഗ് നിരോധനവുമായി ബന്ധപ്പെട്ട വാർത്തകൾ, നിയന്ത്രണങ്ങളൊക്കെ എങ്ങനെയാണെന്ന്. മൺസൂൺ കാലത്തെ മത്സ്യങ്ങളുടെ പ്രജനനകാലം പരിഗണിച്ചാണ് പതിറ്റാണ്ടായി ട്രോളിംഗ് നിരോധനം സംസ്ഥാനത്ത് തുടരുന്നത്. ബോട്ടുകളുടെ അനിയന്ത്രിതവും അശാസ്ത്രീയവുമായ ട്രോളിംഗിലും കടലിലെ മത്സ്യസമ്പത്ത് കുറഞ്ഞ പശ്ചാത്തലത്തിലാണ് വിദഗ്ധ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ 52 ദിവസത്തേക്ക് ട്രോളിംഗ് ബാൻ ഏർപ്പെടുത്തുന്നത്. കേരള തീരത്ത് വിദേശ കപ്പലുകൾക്ക് കേന്ദ്ര സർക്കാർ വിലക്ക് ഏർപ്പെടുത്തണമെന്നാണ് ബോട്ട് ഓപ്പറേറ്റേഴ്സ് യൂണിയന്റെ ആവശ്യം. ഈ മേഖല നേരിടുന്ന ചില പ്രതിസന്ധികളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ധന വില വർധനവാണ്. കേന്ദ്ര ഗവൺമെന്റ് അടിക്കടി വർദ്ധിപ്പിക്കുന്ന ഇന്ധന വില വർധനവ് ഈ മേഖലയ്ക്ക് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമാണ്. എന്നാൽ ഇന്ധനത്തിൻ്റെ പേരിൽ ചുമത്തപ്പെടുന്ന റോഡ് സെസ്, വാഹനങ്ങളുടെ സെസ് ചുമത്തുന്ന ആ സെസ് ഒഴിവാക്കി അത് പൂർണ്ണമായും സബ്സിഡിയായി മത്സ്യബന്ധന യാനങ്ങൾക്ക് നൽകേണ്ടതാണ്. അതേസമയം ഇന്ധനവില വർധനവിൽ ഭൂരിപക്ഷം മത്സ്യത്തൊഴിലാളികളും ദുരിതത്തിലാണ്. ട്രോളിംഗ് നിരോധനം കൂടി എത്തിയതോടെ മേഖല കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കടക്കും. ഇത് മത്സ്യബന്ധന മേഖലയെ ഇന്ധന വില വർധനവും കേരളത്തിലെ KMFR ആക്ട് പരിഷ്കരിച്ചുകൊണ്ട് ഫീസിനകത്ത് വന്ന വർധനവും പുതിയ നിയമങ്ങളുമൊക്കെ ഈ മത്സ്യബന്ധന മേഖലയെ പാടെ തകർത്തിരിക്കുകയാണ്. 4200-ലധികം വരുന്ന ട്രോളിംഗ് ബോട്ടുകൾ കടലിൽ പോകില്ല. അയൽ സംസ്ഥാനത്തെ ബോട്ടുകൾ നിരോധനത്തിന് മുന്നേ തീരം വിട്ടു പോകണമെന്നാണ് നിർദ്ദേശം. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഉപരിതല മത്സ്യബന്ധനം നടത്താം. ഇന്ധന വില വർധനവിൽ നട്ടം തിരിയുന്ന മത്സ്യമേഖലയെ സംരക്ഷിക്കുന്ന നിലപാട് സർക്കാർ സ്വീകരിക്കണമെന്നാണ് ബോട്ട് ഉടമകളുടെയും തൊഴിലാളികളുടെയും ആവശ്യം. കൈരളി ന്യൂസ്, കൊല്ലം. കോവിഡ് വീണ്ടും കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. കോവിഡ് കേസുകൾ രാജ്യത്ത് കുതിച്ചുയരുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിന്റെ 7240 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. നിരവധി നാളുകൾക്ക് ശേഷമാണ് ഇത്രയധികം വലിയൊരു സംഖ്യയിലേക്ക് രാജ്യത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം പോകുന്നത്. 40% വർധനവാണ് പ്രതിദിന കോവിഡ് കേസുകളിൽ ഉണ്ടായിരിക്കുന്നത്. ഒരിടവേളയ്ക്ക് ശേഷം രാജ്യത്തെ പ്രതിദിന കോവിഡ് കണക്കുകളിൽ വൻ വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ 5000-ന് മുകളിലായിരുന്ന കേസുകൾ ഇന്ന് 7000-ന് മുകളിൽ എത്തിയിരിക്കുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ രാജ്യത്തെ 7240 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 40% വർധനയാണ് പ്രതിദിന കോവിഡ് കേസുകളിൽ ഉണ്ടായിരിക്കുന്നത്. അതേസമയം ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 2%-ന് മുകളിലെത്തി. കേരളം, മഹാരാഷ്ട്ര, തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ കോവിഡ് കേസുകൾ കുതിച്ചുയരുകയാണ്. കേരളത്തിലും മഹാരാഷ്ട്രയിലും 2000-ലധികം കേസുകളാണ് ഇന്നലെ സ്ഥിരീകരിച്ചത്. മഹാരാഷ്ട്രയിൽ മാത്രം 42% വർധനമാണ് ഉണ്ടായത്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ പിഴവ് വരുത്തിയതാകാം കോവിഡ് കണക്കുകൾ വീണ്ടും ഉയരാൻ കാരണമെന്ന് ആരോഗ്യ വിദഗ്ധരുടെ വിലയിരുത്തൽ. മഹാരാഷ്ട്ര, കേരളം, ദില്ലി, കർണാടക എന്നിവിടങ്ങളിൽ സ്ഥിതിഗതികൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്നും ടെസ്റ്റ്, ട്രാക്ക്, ട്രീറ്റ് എന്ന കോവിഡ് പ്രതിരോധ തന്ത്രം തുടരണമെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശം നൽകി. ആശങ്കയില്ല, ജാഗ്രതയാണ് വേണ്ടതെന്നും 4ാം തരംഗത്തിന്റെ സൂചനകളില്ലെന്നും ICMR വ്യക്തമാക്കി. അതേസമയം കോവിഡ് മൂലം 8 മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. നിലവിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം 32,498 ഉയർന്നു. കൈരളി ന്യൂസ്, ദില്ലി.
ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെങ്കിൽ പോലും ജാഗ്രതയോടെ മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമാണ് സംസ്ഥാനത്തടക്കം ഉണ്ടാകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സംസ്ഥാനത്ത് പ്രതിദിന കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രത പുലർത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. 2ാം ഡോസ് വാക്സിനേഷൻ ഊർജിതമാക്കണം. 12 വയസ്സിന് മുകളിലുള്ള കുട്ടികളുടെ വാക്സിനേഷൻ വേഗത്തിൽ പൂർത്തീകരിക്കണം. 60 വയസ്സ് കഴിഞ്ഞവർക്കുള്ള ബൂസ്റ്റർ ഡോസ് കൂടുതൽ നൽകാനാകണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. ആൾക്കൂട്ടങ്ങളിലും സ്കൂളുകളിലും മാസ്ക് ഉപയോഗം കർശനമാക്കണമെന്നും മുഖ്യമന്ത്രി കളക്ടർമാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് സംസ്ഥാനത്ത് 2415 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ ചർച്ചയായി നിന്ന വാർത്തയായിരുന്നു BJP നേതാക്കളുടെ പ്രവാചക നിന്ദയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദം. അതിനോട് ലോകരാജ്യങ്ങളിൽ നിന്ന് വന്ന പ്രതികരണം, രാജ്യത്തിനകത്തും നിന്ന് ഉയർന്നു വന്ന പ്രതിഷേധങ്ങൾ, പ്രതികരണങ്ങളൊക്കെ. ഇപ്പോൾ ഈ വിഷയത്തിൽ കൂടുതൽ പേർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് ദില്ലി പോലീസ്. മുൻ BJP വക്താവ് നുപുർ ശർമ്മ, നവീൻ കുമാർ ജിൻഡൻ എന്നിവർക്ക് പുറമെ OYC, സ്വാമി യതി നരസിംഹാനന്ദ എന്നിവർക്കെതിരെയും ദില്ലി പോലീസ് കേസെടുത്തു. ചാനൽ ചർച്ചയ്ക്കിടെ പ്രവാചക നിന്ദ നടത്തിയ മുൻ BJP വക്താവ് നുപുർ ശർമ്മയ്ക്കെതിരെ ദില്ലി പോലീസ് വീണ്ടും കേസെടുത്തതിന് പിന്നാലെയാണ് അസദുദ്ദീൻ ഒവൈസിക്കെതിരെയും സ്വാമി യതി നരസിംഹാനന്ദക്കെതിരെയും ദില്ലി സൈബർ ക്രൈം പോലീസ് കേസെടുത്തത്. വിദ്വേഷ പ്രചരണം, വർഗീയത പ്രചരിപ്പിച്ചു എന്നിവ ഉൾപ്പെടെ മുൻനിർത്തിയാണ് കേസ്. വിദ്വേഷ പരാമർശം നടത്തിയ നവീൻ കുമാർ ജിൻഡാലിനെതിരെയും ദില്ലി സൈബർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇവർക്ക് പുറമെ മാധ്യമപ്രവർത്തകയായ സബാ നഖ്വി, ഷൗബാസ് ചൗഹാൻ, മൗലാന മുഫ്തി നദീബ്, അബ്ദുൾ റഹ്മാൻ ഉൾപ്പെടെയുള്ള പേരുകളും FIRലുണ്ട്. ഇന്ത്യൻ ശിക്ഷാ നിയമം 153, 295, 505 എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത്. അതേസമയം പ്രവാചക നിന്ദ നടത്തിയ വിഷയത്തിൽ ഇന്ത്യക്കെതിരെ അറബ് രാജ്യങ്ങൾ നിലപാട് സ്വീകരിച്ചതോടെ അറബ് രാജ്യങ്ങൾക്കുണ്ടായ അതൃപ്തി പരിഹരിക്കാൻ കേന്ദ്ര നീക്കം സജീവമായി. വിഷയത്തിൽ ഗൗരവകരമായി ഇടപെട്ട് രാജ്യങ്ങളുടെ അതൃപ്തി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഗൾഫ് രാജ്യങ്ങളിലെ നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് വിദേശകാര്യ സെക്രട്ടറി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, ദില്ലി. ലോകരാജ്യങ്ങളൊക്കെ വലിയ പ്രതിഷേധം ഉയർത്തിയ സാഹചര്യത്തിൽ BJPക്ക് അവരുടെ നുപുർ ശർമ്മയ്ക്കും നവീൻ കുമാർ ജിൻഡാലിനുമെതിരെ നടപടിയെടുക്കേണ്ട ഗതികേടിലേക്ക് അവരെത്തി. അതിന് നിർബന്ധിതമായി തീർന്നു. പക്ഷേ ഈ നടപടികളിൽ BJPക്കുള്ളിൽ മറ്റൊരു തരത്തിൽ പ്രതിഷേധം രൂപപ്പെടുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഹിന്ദുത്വ നിലപാട് തീവ്രമാക്കണമെന്ന് ഒരു വശത്തുകൂടി ആവശ്യപ്പെടുകയും അത് പ്രതിഫലിക്കുമ്പോൾ അല്ലെങ്കിൽ ആ നിലപാടുകൾ പറയുമ്പോൾ അത് പറയുന്ന നേതാക്കളെ പുറത്താക്കുകയും ചെയ്യുന്നത് ഇരട്ടത്താപ്പാണെന്നാണ് ഒരു വിഭാഗം നേതാക്കൾ BJPക്കുള്ളിൽ വിമർശനം ഉയർത്തുന്നത്. അവരൊക്കെ പറയുന്നത് UPയിലെ യോഗി ആദിത്യനാഥിന്റെ മാതൃകയിൽ BJP മുന്നോട്ട് പോകണം, തീവ്രവർഗീയമായി മുന്നോട്ട് പോകണമെന്നാണ്. പ്രവാചകനെ അവഹേളിച്ച നുപുർ ശർമ്മയെയും നവീൻ ജിൻഡാലിനെയും പിന്തുണച്ച് പരസ്യപ്രതികരണം നടത്തിയത് BJP നേതാവ് സുബ്രഹ്മണ്യം സ്വാമി മാത്രമാണ്. പരസ്യപ്രസ്താവനകൾക്ക് തയ്യാറാകാതെ ഈ വിഷയത്തിൽ പാർട്ടിക്കുള്ളിൽ കലാപമുയർത്തുന്ന ദേശീയ സംസ്ഥാന നേതാക്കളുമുണ്ട്. അറബ് രാഷ്ട്രങ്ങളുടെ പ്രതിഷേധം കണക്കിലെടുത്ത് BJP നേതാക്കൾക്കെതിരെ നടപടിയെടുത്തത് തെറ്റായ തീരുമാനം എന്നാണ് ഈ നേതാക്കളുടെ അഭിപ്രായം. പറയുന്നതും പ്രവർത്തിക്കുന്നതും രണ്ടെന്ന വിമർശനവും ഉയരുന്നു. ബാബറി മസ്ജിദ് തകർത്ത് മുസ്ലിം വിരുദ്ധ വർഗീയ പ്രചരണത്തിലൂടെ ഹിന്ദു വോട്ടുകളിൽ ഏകീകരണമുണ്ടാക്കിയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സംഘപരിവാർ വേരുറപ്പിച്ചത്. കാശിയും മധുരയും പറഞ്ഞായിരുന്നു കഴിഞ്ഞ UP തെരഞ്ഞെടുപ്പിലെ പ്രചരണം. ഇനിയും അങ്ങനെ മാത്രമേ BJPക്കും സംഘപരിവാറിനും മുന്നോട്ട് പോകാനാകും. അതല്ലാത്ത നിലപാട് രാഷ്ട്രീയമായി ഗുണം ചെയ്യില്ല എന്നാണ് അഭിപ്രായം. സംഘപരിവാർ നിലപാട് നടപ്പാക്കുന്നതിൽ നരേന്ദ്രമോദിയേക്കാൾ നല്ലത് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്ന പ്രചരണവും സാമൂഹ്യ മാധ്യമങ്ങളിൽ തുടരുകയാണ്. പ്രവാചക നിന്ദാ വിഷയത്തിൽ പാർട്ടി അനുമതിയില്ലാതെ ആരും മാധ്യമങ്ങളോട് സംസാരിക്കരുതെന്നാണ് BJPയുടെ വിലക്ക്. അറബ് രാഷ്ട്രങ്ങൾ ഉയർത്തിയ പ്രതിഷേധം തണുപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ ശ്രമങ്ങൾ തുടരുകയാണ്. അപ്പോഴാണ് BJPക്കുള്ളിൽ ഇതേ ചൊല്ലി കലാപം. ഗാൻവാബി മസ്ജിദ് വിവാദത്തിൽ RSS മേധാവി മോഹൻ ഭാഗവത്തിന്റെ നിലപാട് മാറ്റവും BJPയിലെ ഒരു വിഭാഗം നേതാക്കളെ ചൊടിപ്പിച്ചിട്ടുണ്ട്. പ്രവാചക നിന്ദാ വിവാദം സർക്കാരിനുണ്ടാക്കിയ പ്രതിസന്ധിയേക്കാൾ വലിയ പ്രശ്നങ്ങളാണ് പാർട്ടിക്കുള്ളിൽ BJP നേരിടുന്നത്. കൈരളി ന്യൂസ്, ദില്ലി. തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം. നമ്മുടെ വിദ്യാർത്ഥികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് SSLC ഫലം എന്ന് പ്രഖ്യാപിക്കുമെന്നറിയാനാണ്. ഏതായാലും SSLC ഫലം ജൂൺ 15 പ്രഖ്യാപിക്കും. പൊതുവിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയാണ് ഫലം പ്രഖ്യാപിക്കുക. 4,27,407 വിദ്യാർത്ഥികളാണ് റെഗുലർ, പ്രൈവറ്റ് മേഖലകളിലായി SSLC പരീക്ഷ എഴുതിയത്. മെയ് 12 ആരംഭിച്ച മൂല്യനിർണ്ണയം 15 ദിവസം കൊണ്ടാണ് പൂർത്തിയായത്. ഈ സാമ്പത്തിക വർഷം സംരംഭക വർഷമായി ആചരിക്കുമെന്ന് വ്യവസായ മന്ത്രി P രാജീവ്. 2ാം LDF സർക്കാരിന്റെ ആദ്യ വർഷം തന്നെ 4071 കോടിയുടെ നിക്ഷേപം വ്യവസായ മേഖലയിൽ വന്നുവെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തെ കൂടുതൽ നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റുന്നതിനുള്ള ഒരു എക്കോസിസ്റ്റം ശക്തിപ്പെടുത്താനാണ് പ്രധാനമായിട്ടും ഈ ഒരു വർഷം ശ്രമിച്ചിട്ടുള്ളത്.
4,071 കോടിയുടെ നിക്ഷേപം വഴി 82,358 പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഈ ഒരു വർഷം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനൊരു ഇക്കോസിസ്റ്റം കൊണ്ടുപോകുന്നതിൻ്റെ തുടർച്ചയിൽ കേരളത്തിൻ്റെ സാധ്യതകൾ കൂടി പരിഗണിച്ചുകൊണ്ട് MSMEകൾ ശക്തിപ്പെടുത്തുക എന്നൊരു കാഴ്ചപ്പാട് ഗവൺമെൻറ് ആവിഷ്കരിച്ചു. സംരംഭക വർഷം, ഈ സാമ്പത്തിക വർഷം സംരംഭക വർഷമായി കാണുകയാണ്. മംഗളൂരുവിലെ യൂണിവേഴ്സിറ്റി കോളേജിൽ സംഘർഷമുണ്ടാക്കാൻ ABVP ശ്രമം. ക്ലാസ് മുറിയിൽ സവർക്കറുടെ ചിത്രം തൂക്കി മാലയിട്ടു. വിവാദമായതോടെ കോളേജ് അധികൃതർ എത്തി ചിത്രം നീക്കം ചെയ്തു. ഹിജാബ് വിഷയത്തിൽ സംഘർഷാവസ്ഥയുള്ള മംഗളൂരു യൂണിവേഴ്സിറ്റി കോളേജിലാണ് പ്രകോപനമുണ്ടാക്കി ABVP പ്രവർത്തകർ രംഗത്ത് വന്നത്. സവർക്കറുടെ ചിത്രം ക്ലാസ് മുറിയിൽ തൂക്കി മാലയിടുകയായിരുന്നു. ഹമ്പൻഘട്ടയിലെ കോളേജിൽ കൊമേഴ്സ് വിഭാഗത്തിൽ ചിത്രം തൂക്കുന്ന ദൃശ്യങ്ങൾ പകർത്തി വ്യാപകമായി പ്രചരിപ്പിക്കുകയും ചെയ്തു. സംഭവം വിവാദമായതോടെ പ്രിൻസിപ്പൽ ഡോക്ടർ അനസോയുടെ നിർദ്ദേശത്തെ തുടർന്ന് ചിത്രം നീക്കം ചെയ്തു. വിദ്യാർത്ഥികളിൽ നിന്ന് മാപ്പപേക്ഷ എഴുതി വാങ്ങിയതായി കോളേജ് അധികൃതർ അറിയിച്ചു. ആസൂത്രിതമായി സംഘർഷമുണ്ടാക്കാനാണ് ABVP പുതിയ വിവാദമുണ്ടാക്കിയതെന്ന് ആരോപണമുയർന്നിട്ടുണ്ട്. വിദ്യാർത്ഥികൾ കോളേജിൽ ഹിജാബ് ധരിച്ചെത്തുന്നതിനെ തുടർന്ന് യൂണിവേഴ്സിറ്റി കോളേജ് അധ്യയന വർഷത്തിന്റെ പകുതിയിൽ ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് യൂണിഫോം നിർബന്ധമാക്കിയത് വിവാദമായിരുന്നു. പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തിരുന്നു. കൈരളി ന്യൂസ്, കാസർഗോഡ്. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ വ്യാജ ആരോപണങ്ങൾക്കെതിരെ ആഞ്ഞടിച്ച് ഭക്ഷ്യമന്ത്രി GR അനിൽ. ഭക്ഷ്യധാന്യ വിതരണത്തിൽ കേരളം വീഴ്ച വരുത്തിയിട്ടില്ല. ചെല്ലമ്മ എന്ന കാർഡുടമയ്ക്ക് ലഭിക്കാൻ അർഹതയുള്ളത് 15 കിലോ ധാന്യങ്ങൾ മാത്രമാണ്. കേന്ദ്രമന്ത്രിയുടെ ആരോപണത്തിന് അടിസ്ഥാനമില്ലെന്നും മന്ത്രി GR അനിൽ പറഞ്ഞു. കഴിഞ്ഞ ദിവസം രാഷ്ട്രീയ പ്രചരണത്തിന്റെ ഭാഗമായി കേരളത്തിലെത്തിയ കേന്ദ്ര ഭക്ഷ്യമന്ത്രി പീയൂഷ് ഗോയലാണ് കേരളത്തിനെതിരെ അന്വേഷണം നടത്തുമെന്ന് പ്രഖ്യാപിച്ചത്. ആലുവയിലെ ചെല്ലമ്മ എന്ന കാർഡ് ഉടമയ്ക്ക് 30 കിലോ ധാന്യങ്ങൾ ലഭിക്കാൻ അർഹതയുണ്ടായിരുന്നിട്ടും അതവർക്ക് ലഭിച്ചില്ലെന്നും ഇത് കേരളത്തിലെ പൊതുവിതരണ സമ്പ്രദായത്തിന്റെ പാളിച്ചയാണെന്നും ആരോപിച്ചിരുന്നു. മാതൃഭൂമി, മനോരമ എന്നീ പത്രങ്ങൾ വലിയ വാർത്തയായി ഇത് പ്രസിദ്ധീകരിച്ചത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ജില്ലാ സപ്ലൈ ഓഫീസറോട് ഭക്ഷ്യമന്ത്രി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. കേന്ദ്രമന്ത്രി ആരോപിച്ച ചെല്ലമ്മ ആലുവ താലൂക്കിലെ ARD 284 നമ്പർ റേഷൻ കടയിൽ 17, 36, 144, 658 എന്ന നമ്പർ റേഷൻ കാർഡ് ഉടമയാണ്. ഇവർ PHH അഥവാ ചുവപ്പ് റേഷൻ കാർഡിൻ്റെ ഉടമയുമാണ്. ഇവർക്ക് പ്രതിമാസം 4 കിലോ അരിക്കും 1 കിലോ ഗോതമ്പിനുമാണ് അർഹതയുള്ളത്. 3 കുടുംബാംഗങ്ങളുള്ള ഈ വീട്ടിൽ 15 കിലോ ധാന്യത്തിനാണ് നിയമപരമായ അവകാശമുള്ളത്. കഴിഞ്ഞ ഒരു വർഷത്തെ കണക്ക് പരിശോധിച്ച മന്ത്രി ഇവർ വാങ്ങിയ റേഷൻ ധാന്യങ്ങളുടെ വിശദാംശങ്ങളും പുറത്തുവിട്ടു. ചെല്ലമ്മയുടെ കാർഡ് PHH എന്ന് പറയുന്ന മുൻഗണനാ വിഭാഗത്തിൽ ചുവന്ന നിറത്തിലുള്ള കാർഡാണ് അവർക്ക് ലഭ്യമായിട്ടുള്ളത്. ആ 15 കിലോ കൃത്യമായി ഓരോ മാസവും വാങ്ങിയത് അതിൻ്റെ സൈറ്റിൽ അതിൻ്റെ കണക്ക് എൻ്റെ കയ്യിലുണ്ട്. ഇന്ത്യയിലെ ഏതൊരു പൗരനും ഈ കാർഡ് നമ്പർ അടിച്ചു നോക്കിയാൽ കൃത്യമായും ഓരോ മാസവും വാങ്ങിയ ഉൽപ്പന്നങ്ങളെ സംബന്ധിച്ചുള്ള വിശദമായ വിവരം ലഭ്യമാകുന്നതാണ്. മണ്ണെണ്ണയ്ക്ക് പിന്നാലെ കേരളത്തിന് ലഭിക്കേണ്ട ഗോതമ്പിൻ്റെ അളവിലും കേന്ദ്രം കുറവ് വരുത്തിയിരിക്കുകയാണ്. എന്നാൽ 19 MPമാരുള്ള UDF ഇതിനെതിരെ മിണ്ടുന്നില്ലെന്നും മന്ത്രി ആക്ഷേപം ഉന്നയിച്ചു. അതുകൊണ്ട് തന്നെ അവർ ഇടപെടേണ്ടതാണ്. എനിക്ക് ഈ അവസരം സൂചിപ്പിക്കാനുള്ളത് ഈ കേരളത്തിൽ നിന്ന് പ്രതിദാനം ചെയ്യുന്ന ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി കേരളത്തോട് കാട്ടുന്ന ഈ അവഗണനയ്ക്ക് എന്താണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം, എന്താണ് അദ്ദേഹത്തിൻ്റെ ചിന്ത എന്ന് പരസ്യമായി വ്യക്തമാക്കണം. മന്ത്രിയുടെ വിശദീകരണത്തോടെ കേന്ദ്രമന്ത്രി വസ്തുതകൾ പഠിക്കാതെയാണ് കേരളത്തിനെതിരെ തെറ്റിദ്ധരിപ്പിക്കും വിധത്തിൽ ആക്ഷേപം ഉന്നയിച്ചതെന്ന് വ്യക്തം. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. ഡിവൈഎഫ്ഐ നേതാവിനെ മർദ്ദിച്ച സംഭവത്തിൽ SIക്കെതിരെ കേസെടുത്തു. പത്തനംതിട്ട ഇലവന്തിട്ട സബ് ഇൻസ്പെക്ടർ മാനുവലിനെതിരായ കേസ് CI അന്വേഷിക്കും. പരാതിക്കാരനായ മനു സതീഷിന്റെ കേൾവിശക്തിക്ക് തകരാർ സംഭവിച്ചതായാണ് വിവരം. അതേസമയം മർദ്ദിച്ചെന്ന പരാതി വാസ്തവവിരുദ്ധമെന്ന് സബ് ഇൻസ്പെക്ടർ വിശദീകരിച്ചു. ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റിന്റെ പരാതിയിൽ SIക്കെതിരെ IPC 294B, 323 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. അസഭ്യം വിളിച്ചു, കൈകൊണ്ട് തല്ലി എന്നീ കുറ്റങ്ങളാണ് പരാതിയിലുള്ളത്. പരാതിക്കാരന്റെ വിശദമൊഴി ഉടൻ രേഖപ്പെടുത്തും. ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലുള്ള മനുവിന്റെ കേൾവിക്ക് തകരാറുണ്ടാകാൻ സാധ്യതയുള്ളതായി ബന്ധുക്കൾ പറഞ്ഞു. ചൊവ്വാഴ്ചയായിരുന്നു കേസിനാസ്പദമായ സംഭവം. നീട്ടി വളർത്തിയ താടിയും മുടിയും. വഴിയരികിൽ നിന്ന മനു സതീഷിനെ കഞ്ചാവ് വിൽപ്പനക്കാരനെന്ന് പോലീസ് സംശയിക്കുകയായിരുന്നു. തന്റെ വീടിന് മുന്നിലാണ് നിൽക്കുന്നതെന്ന് മറുപടി നൽകിയിട്ടും തൃപ്തികരമാകാതെ ജീപ്പിൽ നിന്നിറങ്ങി വന്ന് SI ചെകിടത്തടിക്കുകയും അസഭ്യം വിളിക്കുകയും ചെയ്തുവെന്ന് മനു പറയുന്നു. സംഭവത്തിൽ വകുപ്പ് തല അന്വേഷണം അവസാന ഘട്ടത്തിലാണ്. സ്പെഷ്യൽ ബ്രാഞ്ച് DYSP വൈകാതെ റിപ്പോർട്ട് സമർപ്പിക്കും. SI മാനുവലിനെതിരെ അച്ചടക്ക നടപടി ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അതേസമയം സംശയത്തെ തുടർന്ന് ചോദ്യം ചെയ്യൽ മാത്രമാണ് നടത്തിയതെന്നും മർദ്ദനമുണ്ടായിട്ടില്ലെന്നുമാണ് SIയുടെ വിശദീകരണം. കൈരളി ന്യൂസ്, പത്തനംതിട്ട.